കൊടുത്താ വാങ്ങണം, വാങ്ങിയാ കൊടുക്കണം. കിട്ടേണ്ടത് വാങ്ങി കൊടുക്കേണ്ടത് കൊടുത്ത് ഇടപാട് തീർത്ത് കണക്ക് പുസ്തകത്തിൽ ചുവന്ന മഷി കൊണ്ടൊരു ശരി ഇട്ടിട്ടല്ലാതെ എന്റെ ഉള്ളുറങ്ങൂല കുഞ്ഞിക്ക. ഏതിടപാടിന്റെ കാര്യമാണ് ഈ പറയണത്? ഒരാഴ്ചയും കൂടി കിടക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്ത് നിന്ന് തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോന്നാ. ഒക്കെ നല്ലതിനാ. എവിടെയെങ്കിലും ഒന്ന് കാലിടറണം. എന്നാലേ നടന്നതത്ര ഇനി നടക്കാൻ എത്ര എന്നൊരു കണക്കുണ്ടാവും. കണക്കുകളൊക്കെ തെറ്റും, പക്ഷേ മനസ്സിരുത്തി ഒന്ന് കൂട്ടിക്കിഴിച്ച എല്ലാ കണക്കും ശരിയാവുകയും ചെയ്യും. 6-7 വയസ്സിൽ പെറ്റതള്ളേ വേണ്ടാന്ന് വെച്ച് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ 1.5 ഉറുപ്പ്യ ഉണ്ടായിരുന്നു കയ്യിൽ. വിശന്ന് തലകറങ്ങി മിന്നിട്ടും ഒരു പൊറോട്ട വാങ്ങി തിന്നാതെ ഈ കയ്യിൽ മുറുക്കി പിടിച്ച 1.5 ഉറുപ്പ്യ ഇല്ലേ കുഞ്ഞിക്ക? ഈ തടിയും തൻ്റെ ഇടവും ചെറിയൊരു ബുദ്ധിയും കുറെ തോന്നിയാസവും മാത്രം മുതലിറക്കി ഉണ്ടാക്കിയത് അയക്കേണ്ടതൊക്കെ നീ ഉണ്ടാക്കുകയും ചെയ്യും. ഈ വീടാരും പൂട്ടി സീൽ വെച്ചിട്ടില്ലല്ലോ. വിൽക്കണം. ഇതുപോലെ വിൽക്കാവുന്നതെല്ലാം വിറ്റ് ഇടപാട് തീർത്ത് കണക്ക് പുസ്തകത്തിലെ എല്ലാ പേജിലും എല്ലാ വരിയിലും ചുവന്ന ശരിയിടണം. കൊടുക്കാനുള്ളവൻ തോറ്റവനാ. തോൽക്കാൻ പുരുഷോത്തമൻ വീണ്ടും ജനിച്ചു വരണം. കുമാരിയമ്മേ, 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 കണ്ണുറക്ക കുമാരിയമ്മേ. പുരുഷു, പുരുഷു, ഒന്നിങ്ങിട്ട് വന്നേ കർത്താവേ. തീർന്നു. നന്നായി. അങ്ങനെ പറയരുത്. പെറ്റമ്മയാ. പെറ്റ തള്ളയാവാം, അമ്മയാവണമെങ്കിലേ പോറ്റണം മക്കളെ. എനിക്ക് അങ്ങനെ ഒരു അമ്മ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ഏതൊരു ശവത്തെ നോക്കി അമ്മയെന്നൊക്കെ വിളിക്കാൻ വയ്യ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് പറഞ്ഞേക്കുക. മരിക്കോളം ഒറ്റയ്ക്കായിരുന്നല്ലോ യാത്രകൾ. ഇതും അങ്ങനെ ആവട്ടെ, ഒറ്റയ്ക്ക് തന്നെ പോട്ടെ. മാവൂർ റോട്ടിൽ പൊതുശ്മശാനമുണ്ട്. കുഞ്ഞച്ഛന് നിർബന്ധാച്ചാൽ അവിടെ കൊണ്ട് ദഹിപ്പിക്കാം. അല്ലേ കോർപ്പറേഷന്റെ വണ്ടി വരും. പുരുഷു, സകല ദൈവങ്ങളുടെയും മുമ്പിൽ തലതല്ലി കരഞ്ഞതാ അവര്. പോകാനിരുന്ന നിന്റെ ആയുസിന് പകരം കൊടുത്തത് അവരുടെ ജീവനാ, ആയുസ. അമ്മ എന്ന് പറഞ്ഞൊരു ഉമ്മ തരാതെ, വിശക്കുമ്പോൾ ഒരുള്ള ചോറ് തരാതെ, ഒടുവിൽ ഈ ഉമ്മറത്ത് വന്നിരുന്ന് ചത്ത് തോൽപ്പിക്കാമെന്ന് കരുതിയെങ്കിലേ തള്ളയ്ക്ക് അറിയാഞ്ഞിട്ടാ പുരുഷോത്തമന് തോൽക്കാൻ അറിയില്ലെന്ന്. ഒരിത്തിരി തീയിൽ അത് തീർന്നടോ. പറയാതിരുന്ന പടച്ചോൻ പൊറുക്കൂല. കെട്ടിക്കെടുക്കുന്ന കുളം പോലല്ല മോനെ ജീവിതം. അത് ഒഴുകണൊരു പുഴയാണ്. ഇന്നലെ കണ്ട പുഴ അല്ല ഇന്ന് കാണുന്നതേ. മാറ്റമുണ്ട്. ദുനിയാവിൽ എല്ലാറ്റിനും മാറ്റമുണ്ട്.
അനക്കും ഉണ്ടാവണത്. അറിയാലോ എനക്ക്, ഈ കുട്ടിച്ചോറാക്കിയ കുടുംബത്തിലെ ഒരു പെൺകുട്ടിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാ ഈ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അമ്മനെക്കാളും മുമ്പ് മാവൂർ റോഡിലേക്ക് എടുത്തേനെ എന്നെ. എല്ലാ ഇടപാടുകളും തീർത്ത് കണക്ക് ബുക്കിൽ ചുവന്ന മഷിയിൽ ശരിയിടാൻ എപ്പോഴും പറയാറില്ലേ? അമ്മയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അത് വേണം. എടുത്താ പൊങ്ങാത്ത ശാപങ്ങളും കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്നത് കാണാൻ വയ്യാഞ്ഞിട്ട. ഒറ്റയ്ക്ക് ജീവിക്കാം, ഒറ്റയ്ക്ക് മരിക്കാം. കുഴിയിലേക്കായാലും ചിതയിലേക്കായാലും ഒറ്റയ്ക്കാരും നടന്നു പോയിട്ടില്ല. എടുത്തുകൊണ്ടു പോകാൻ ഒരു 2 ആളെയെങ്കിലും കരുതി വെക്കണം. ജീവിച്ചിരുന്നപ്പം ഗതിയും വിധിയും കിട്ടാതെ അലഞ്ഞതാണ് പാവം എൻ്റെ അമ്മ. പരലോകത്തെങ്കിലും അതിനൊരു സമാധാനം കിട്ടണ്ടേ? ആലോചിച്ചോ? ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ നമ ശിവായ ഓം 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 നമ ശിവായ. ഭഗവാനേ നാരായണ. ഈ വീടും പറമ്പിന്റെ ആധാരം ഇതിവിടെ തിരിച്ചു തരാനാ വന്നത്. നീ ഒരുത്തം കാരണം ജീവൻ കളഞ്ഞു പോയ എന്റെ കൂടപ്പുറപ്പിനെ ഭാര്യയും മക്കളെ ഈ മുറ്റത്ത് കൊണ്ടും തരുമോ? നീ പറ്റുമോ നിന്നെ കൊണ്ട്? മൂവന്തി നേരത്തെ ഈ വിളക്കിന്റെ പുണ്യം വന്ന് നിൽക്കരുത്. നീ അതണഞ്ഞു പോകും. കാറ്റ കൊടുങ്കാറ്റ. നീ പൊയ്ക്കോ, പൊയ്ക്കോ ഇവിടുന്ന്. അച്ഛൻ ഇവിടെ ഇരിക്കട്ടോ, ഞാനിതാ വരുന്നു. കൊല്ലടാ, കൊല്ല് എന്നെ, എന്റെ മക്കളെ കൊന്നു കൊത്തി തിന്ന് കൊല്ലടാ. ഞങ്ങള് കൊല്ലടാ, കൊല്ലടാ. അയാൾക്കുള്ളത് കിട്ടിക്കോളും, ദൈവം കൊടുത്തോളൂ. ആസിസ് ഭായ്, ഏയ് മിണ്ടാതെ കിടന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ട്.
എനിക്ക് എൻ്റെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാശിന് ഇനി ഒരുപാട് ആവശ്യം വരും. ചോദിക്കാൻ മടിക്കണ്ട. മൂപ്പരോട് ഞാൻ പോയി എന്ന് പറയണ്ട. ചെന്നിട്ട് ഒരുപാട് കാര്യണ്ടേ. പോയിട്ട് വരാം. നിന്റെ ഈ ചൂടും ചുണയൊന്നും കളയല്ലേ മോളെ. ഇങ്ങനെ പലതും വരും പോകും. ഒക്കെ ശരിയാവും. ശരിയാക്കണം. മോനെ, മരിക്കാൻ ഒരു മടിയില്ല. പക്ഷേ ഈ 2 മക്കളെ ഇവിടെ വിട്ടിട്ട് എങ്ങനെ ഞാൻ പോവാ? ഞാൻ വരുത്തി വെച്ച കടങ്ങൾ കൊത്തിപ്പറിക്കില്ലേ അവരെ? എല്ലാം നശിപ്പിച്ചത് അവനാ. ആ പരുന്ത് പുരുഷോത്തമൻ. എന്റെ കുട്ടികളെ കളയരുതേ മോനെ, കളയരുത്. ആരാ ഇയാളെ ഇവിടെ കയറ്റിയത്? എന്തിനാ താനിവിടെ? എന്തിനാന്ന്? മതിയായില്ലേ? ഞങ്ങളെ ഇത്രയിടം വരെ എത്തിച്ചിട്ടും മതിയായില്ലേ? ഇനി എന്ത് കാഴ്ച കാണാനാ? ഇറങ്ങി പോന്നോ? ആളെ വിളിപ്പിച്ച് ഇറക്കി വിടണോ? Bruno, Jackie, come. പിന്നെ എങ്ങനെ മറക്കാന്? നിങ്ങളൊരു വെടിക്കെട്ടല്ലേ? ഞാനും ആ പെൺകുട്ടിയും കുറെ കാലം കൊണ്ടു നടന്ന സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ആയിരുന്നു അന്ന് നിങ്ങള്. നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് വലുത്, അതിനു മുന്നിൽ എന്തും മറ്റുള്ളവരുടെ ജീവിതം അല്ലേ? ആട്ടെ, നിങ്ങളിപ്പോ ഇവിടെ? അവരുടെ കടബാധ്യതകളൊക്കെ തീർക്കാൻ ഞാൻ സഹായിക്കായിരുന്നു. മുടങ്ങിപ്പോയ ആ വിവാഹത്തെക്കുറിച്ച് ഒന്നുകൂടെ ചിന്തിച്ചൂടെ? അവരുടെ അച്ഛൻ വയ്യാണ്ട് ആശുപത്രിയില്ല. എൻ്റെ ഭാര്യയാണ്. നല്ല ബുദ്ധിക്ക് നന്ദി. പക്ഷേ ചായ എടുക്കട്ടെ?
ഒന്നും കഴിച്ചില്ല. ഉണ്ണുന്നത് ഉറങ്ങുന്നതൊക്കെ എന്തിനാ? ജീവിക്കാൻ. ഇതിനിപ്പോ അതാ പറയാ ജീവിതം. പറ്റിപ്പോയ തെറ്റിനെ ജീവിതം കൊണ്ട് ശരിയാക്കല വലിയ ശരി. ഏത് ശരി? എന്ത് ശരി? ഒരിക്കൽ ഞാൻ അവളോട്, മലാപ്പറമ്പിലെ പെണ്ണില്ലേ സീത, അവളോട് പറഞ്ഞിട്ടുണ്ട്, ചോരയും നീരുള്ള നിന്റെ ദേഹത്തിനേക്കാൾ വിലയുണ്ട് ഈ മുദ്രക്കടലാസിനെന്ന്. പണത്തിനെ എന്ത് വില, ഏത് വില? അവളോടെങ്കിലും അതൊന്ന് തിരുത്തി പറയാം. മനസ്സിലാവും, അവൾക്ക് മനസ്സിലാവും. എവിടേക്കാ? എന്ത് കണ്ടിട്ടാ നിന്റെ ഓട്ടപ്പാച്ചില്? എന്നെ കാണാൻ പുരുഷേട്ടൻ. ഓ പുരുഷേട്ടൻ, ഒരിക്കലും അവന്റെ ചോര വീണ അശുദ്ധമായി ഇവിടെ. ഇനിയും വേണോ അത്? ഇനിയും അവന് ഈ പടി കയറിയ അറിയാലോ നിനക്ക്. കുത്തും കൊലയും അവിടെ നടക്കുക. നിന്റെ കഥ കഴിഞ്ഞില്ലല്ലടാ. പലിശ പണവും ജപ്തി മുതലും അക്കൂട്ടത്തിൽ എന്റെ കെട്ടുകളും ഉണ്ടല്ലടാ. തന്തയ്ക്ക് പുറക്കാത്ത നായിന്റെ മോനെ. ഇത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ തീർക്കും. ഇവൻ ആണാണെങ്കിൽ കൊല്ലും നായിന്റെ മോളെ. ഒന്ന് കുഴിച്ചുമുണ്ട് രണ്ടിനെ. ഇറങ്ങി പോടാ ഇമർത്തുന്നു. നീ പോകുന്നു അതോ ഞാൻ പറഞ്ഞേക്കണോ? വേണോടാ. പുരുഷേട്ടാ വേണ്ട, വേണ്ട പോയിക്കോ. ഇവിടെ നിൽക്കണ്ട പുരുഷേട്ടാ, ഇവിടെ നിൽക്കണ്ട. അസീസ്ക, ഈ നേരത്ത് ഇതൊക്കെയായിട്ട്? അച്ഛനല്ലേ പോയിട്ടുള്ളൂ, ഞങ്ങളൊക്കെ ഇവിടില്ലേ മക്കളെ. ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിത്തരുന്നതൊന്നും ഞങ്ങളുടെ അച്ഛന് ഇഷ്ടപ്പെടില്ല. അഭിമാനിയായിരുന്നല്ലോ ഹേമന്ത് ഭായ്. ആരെങ്കിലും ആണോ അസീസ്ക നിങ്ങക്ക്? മോളെ ഒരു 2 ഗ്ലാസും ലേശ തണുത്ത വെള്ളം കൊണ്ടെടുത്തു. അച്ഛൻ കഴിച്ചിരുന്ന ആളല്ലേ, അതുകൊണ്ട് മക്കൾക്ക് അതിന്റെ വികാരം മനസ്സിലാവണല്ലോ, അല്ലേ അസീസ്ക? നശിപ്പിക്കും ആക്രാന്തം. മെല്ലെ തിന്നാ മുള്ളും തിന്നാന്ന് കേട്ടിട്ടില്ലടോ കഴുത കുമാര. അത് പണ്ട്. ഇപ്പം വേഗം തിന്നു തുടങ്ങിയിട്ടില്ലെങ്കിൽ മുള്ളു പോയിട്ടൊരു നുള്ളു തിന്നാൻ കിട്ടില്ല. വേറുള്ളൊരു തിന്ന് തീർത്തിട്ടുണ്ടാവും. തൽക്കാലം ഒരു മരുന്നിന് ഇതിങ്ങനെ അങ്ങോട്ട് ചെല്ലട്ടെ. ചേച്ചിക്ക് എന്താ പറഞ്ഞാല്? നേരും കാലവും നോക്കാതെ എപ്പോഴും ഇവിടെ ഇങ്ങനെ കയറി വരിക, അതും തന്നെ കള്ളും കമ്പനിക്കാരും ഒക്കെ ആയിട്ട്. ചേച്ചിക്ക് വയ്യെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഇവിടെ ഇങ്ങനെ വരരുതെന്ന്. ആരോരും ഇല്ലാന്നൊരു തോന്നലും മക്കൾക്ക് ഉണ്ടാവരുതല്ലോ എന്ന് കരുതി, അതുകൊണ്ട് നേരവും കാലവും ഒന്നും നോക്കിയില്ല. അല്ല, അത് അവള് അവള് പറഞ്ഞത് ശരിയല്ലേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അച്ഛനൊരു വീഴ്ച വന്നപ്പോ ബന്ധുക്കളൊക്കെ അകന്നു, ചിലരൊക്കെ ശത്രുക്കളായി. കെട്ടുകഥകളും കുത്തുവാക്കുകളും. ഞങ്ങള് 2 പെൺകുട്ടികൾ മാത്രമല്ലേ ഇവിടെ. അതുകൊണ്ട് തന്നെയാ ഇടയ്ക്ക് ഒന്ന് വന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതിയത്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വിട്ടു. വേറൊരു കാര്യം, എനിക്ക് തരാനുള്ള കാശിന്റെ കാര്യം, അതന്വേഷിച്ച് എനിക്കിവിടെ വരാമല്ലോ. ഈ വരവ് അതിലേക്കാണെന്ന് കൂട്ടിക്കോ. എന്റെ കാശപ്പ തരും.
അതും ഇതൊന്നും അല്ല മോളെ. ആനപ്പുറത്താകുകയും വേണം, അങ്ങാടി കൂടെ പോവുകയും വേണം, ആരും അറിയാനും പാടില്ല. ഇതെല്ലാം കൂടെ നടക്കില്ല കേട്ടോ. നിന്റെ അനിയത്തിക്ക് ഇതിനിടയ്ക്ക് ഒരു കൊമ്പ് മുളച്ചോ? കൊമ്പ് മുളച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എന്നെ ചതിച്ച് മറുകണ്ഠം ചാടിയ ചള്ള് ചെക്കൻ വിനയൻ, ആ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുന്നത് ഞാൻ ഫ്യൂസൂരി വിട്ട പുരുഷോത്തമൻ. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ ഇറങ്ങും. നാളെ നീയും നിന്റെ പരല് പോലെ തനിയത്തെയും പെട്ടിയും കിടക്കെടുത്ത് എന്നേക്കുമായിട്ട് ഇവിടെ ഇറങ്ങും. കാര്യത്തോടെടുക്കുമ്പോ കണ്ണീര് വിൽക്കും നീയൊക്കെ. നടക്കില്ല മോളെ. വളച്ചിട്ടില്ലാത്ത കാര്യം പറയാം. കാശിന് അവധി തരാം, ആവുന്നത്ര നീട്ടിത്തരാം. പകരം പണയമായിട്ടെടുക്കും. പണം തിരിച്ചു തരുമ്പോ തിരിച്ചെടുക്കാവുന്ന പണയം മുതൽ. എന്തേ? ഞാനിവിടുന്ന് ഇറങ്ങണോ അല്ലേടി? വേണ്ട, ഞങ്ങൾ ഇറങ്ങിക്കോളാം. ഞങ്ങൾ ഇറങ്ങി പോയിക്കോളാം. പോയിക്കോളണം. ഇറക്കിവിടാൻ നാളെ ആള് വരും. തെണ്ടും രണ്ടും കൂടി കോഴിക്കോട്ട് അങ്ങാടിയില് തെണ്ടിക്ക് ഞാൻ. അതല്ല ജീവിക്കണമെന്നാണെങ്കില് ഞാൻ വരും. സ്വീകരിക്കുക, സ്വീകരിച്ചിരുത്തുക. തീരുമാനിച്ചോ? കഴുതകുമാരൻ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇനിയും ആസീസ് ഇവിടെ വന്നിരുന്നു. അയാൾ ചേച്ചി കടന്നു പിടിച്ചു. ഞങ്ങള് വേണത്ര അയാൾക്ക്. തിരുവണ്ണൂരിലെ എൻ്റെ 2 ഏക്കർ പറമ്പിൻ്റെ ആധാരം വില നിശ്ചയിച്ച് ഹേമന്ത് ഭായിൻ്റെ ഇടപാട് തീർത്ത് ആ പെൺകുട്ടികളെ സമാധാനമായിട്ട് ജീവിക്കാൻ വിടും. പുലി, ഇപ്പൊ നമ്മുടെ പുരുഷോത്തമൻ പേര് പോലെ തന്നെ ഉത്തമ പുരുഷനായിരിക്കുകയല്ലേ? എന്താ പെൺകുട്ടികളോടുള്ള സ്നേഹം? അതേടാ, കുറച്ച് ദിവസം ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്കൊരു കിടപ്പ് ഞാൻ കിടന്നു. നിനക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ നീയായിട്ട് എനിക്കത് ഉണ്ടാക്കി തന്നു, ഈ ചെറ്റ ചതിയന്റെ കൈകൊണ്ട്. അത് നന്നായി ചങ്ങാതി. ഞാനും നീയും മുതലും പലിശയും പലിശയുടെ പലിശയും എണ്ണിക്കുട്ടി എഴുതി വെക്കുന്ന കണക്ക് പുസ്തകത്തിൽ 1-2 കണക്കുകൾ കൂടി എഴുതി ചേർക്കാനുണ്ട്. ഒന്ന് ജീവന്റെ വില, മറ്റൊന്ന് ജീവിതത്തിന്റെ ലാഭനഷ്ട കണക്ക്. സഹായത്തിന്റെയും കിട്ടാനുള്ള പണത്തിന്റെയും പേര് പറഞ്ഞ് ഇനി നീ ആ പടി കയറി പോരും.
ഞാൻ ആ പടി കയറും. ആ പെണ്ണുങ്ങളെ ഇടവും വലവും കിടത്തി ഉറങ്ങുകയും ചെയ്യും. അപ്പൊ നീ ആ കുട്ടികളെ വിടൂല? ഇല്ല. നിന്നെ ജയിക്കാനല്ല, നിന്നോട് തോൽക്കാതിരിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നും നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ കഥയിൽ നമ്മൾ രണ്ടുപേരും വില്ലന്മാരാ. ഒരു കഥയിലും വില്ലന്മാർ ജയിച്ചിട്ടില്ല, ജയിച്ച ചരിത്രമില്ല. എന്റെ ഒരു ചെറുവരിലും ജീവനുണ്ടെങ്കില് നീ ജീവിക്കൂല. ഈ പുരുഷോത്തമനെ ജീവിക്കാൻ വിടൂല ഞാൻ. ഇറങ്ങിപ്പോകാൻ പറയുമെന്നറിയാം, അറപ്പും വെറുപ്പുമാണെന്നറിയാം. പക്ഷേ പറയാനുള്ളത് പറഞ്ഞിട്ടേ പുരുഷ പോവും.
അസീസിന് വരില്ല. പക്ഷേ അവന്റെ കാശ് ചോദിച്ച ആളുകൾ വേറെ വരും. വന്നാൽ വെളിപ്പുറത്ത് ഞാനുണ്ട്, കൊടുക്കാൻ എൻ്റെ കാശുണ്ട്. പൈസ പൈസ പൈസ. ഇത് മറ്റുള്ളവരുടെ ജീവിതം കൊണ്ട് കരിമരുന്ന് കത്തിച്ച് ഉത്സവം കൊണ്ടാടിയ പുരുഷോത്തമനല്ല. അനുഭവങ്ങൾ കൊണ്ട് ഈശ്വരൻ വഴിതിരിച്ചു വിട്ട വേറൊരാളാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത തെറ്റുകൾക്ക് എല്ലാവരോടും മാപ്പ് ചോദിച്ചു. കിട്ടിയില്ല. മാപ്പ് കൊടുക്കാനുള്ളതല്ലോ, കിട്ടാനുള്ളതല്ലേ. ഇവിടെയും ചോദിക്കാൻ. മാപ്പ് തന്നാലും ഇല്ലെങ്കിലും ശരി, കിട്ടിയെന്ന് ഞാനങ്ങ് വിചാരിക്കും. ഇപ്പരുന്തിനിയും പറക്കും. പണത്തിന് മേലെയല്ല, സ്നേഹത്തിന്റെ, നന്മയുടെ മേലെ പറക്കും, പറന്നിറങ്ങും. ആരോടും തോൽക്കാതെ നോക്കിയിരുന്നു. പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജയിച്ചു. ഞാൻ എന്നെ തന്നെ ജയിച്ചു. ഞാനാരാ വളവൻ?